കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ മമ്മൂട്ടി ചിത്രമായ ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വലിയ പ്രതീക്ഷയോടെ നൂറുകണക്കിന് സിനിമാ പ്രേമികളാണ് ഈ ചിത്രം കാണാനായി തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തത്സമയം കവിതാ തിയേറ്ററിൽ നിന്ന് നമ്മുടെ സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിനിലേക്ക് തന്നെ പോകാം. സഹിൻ, ഒരുപാട് പേരുടെ കാത്തിരിപ്പായിരുന്നു ബസൂക്കയുടെ റിലീസ്. എന്താണ് കവിതാ തിയേറ്ററിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ? സേതു, വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. മമ്മൂട്ടി ചിത്രം ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ചിത്രം എത്തുന്നു. ഏറ്റവും ഒടുവിലെത്തിയ മമ്മൂട്ടി ചിത്രം ഡൊമിനിക്കാണ്. അതിനുശേഷം ഒരു മമ്മൂട്ടി ചിത്രത്തിനായുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ. എന്തായാലും രാവിലെ 9 മണിക്കാണ് ആദ്യ ഷോ ആരംഭിക്കുക. ആദ്യ ഷോ കാണുന്നതിന് വേണ്ടി കുടുംബസമേതം പല ആളുകളുമൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, രാവിലെ തന്നെ കുടുംബമായിട്ട് ഇറങ്ങി. മമ്മൂട്ടിയുടെ വലിയ ആരാധകനാണ്. അതെ അതെ മോനെ, മമ്മൂട്ടി അറിയോ? ഇഷ്ടമാണോ മമ്മൂട്ടിനെ? അല്ല, കുട്ടിക്കൊക്കെ മമ്മൂട്ടിയെ വലിയ ഇഷ്ടമാണ്. എന്താണ് മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണോ? മമ്മൂട്ടിനെ വലിയ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടിയുടെ ഫാൻസാണ് ഞങ്ങളെല്ലാം. ഫാൻസാണ്. കാണണം എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി ആരാധകരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ തിയേറ്ററിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നൂറുകണക്കിന് ആളുകൾ ആ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും തിയേറ്റർ ഉടമയോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ആദ്യ ഷോയ്ക്ക്? ആദ്യ ഷോ ഫുള്ളാണ്. 9 മണിയുടെ മമ്മൂക്കയുടെ ബസൂക്ക എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടിപൊളിയായിട്ട് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഫുള്ളാണ്, ഫുള്ളാണ്. അതുതന്നെയാണ് സേതു മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് തിയേറ്ററുകളിൽ. രാവിലെ മുതൽ തന്നെ ആരാധകരെല്ലാം എത്തിക്കഴിഞ്ഞിരുന്നു. സേതു, പറഞ്ഞോളൂ. അല്ല, സിനിമ കാണാൻ കയറുന്നുണ്ടോ ഇന്ന്? ഇല്ല. എന്തായാലും ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ഒപ്പം തന്നെ അഭിനേതാക്കളും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ചിത്രത്തിന്റെ നിർമ്മാതാവ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറല്ലേ? സാർ, എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് സിനിമയല്ല. പിന്നെ ഇപ്പം ഫസ്റ്റ് ഷോ ആയല്ലോ, ടൈം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ഓഡിയൻസിന്റെ റെസ്പോൺസിനാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് പടത്തിൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും ഒപ്പം തന്നെ ചിത്രത്തിൽ അഭിനയിക്കുന്ന മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരാധകരും തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ കുടുംബസമേതം പ്രേക്ഷകർ ഈ സിനിമ എത്തി തിയേറ്ററിൽ നിന്നുള്ള ഇനി ഷോയൊക്കെ കഴിഞ്ഞുള്ള റെസ്പോൺസ് വരുന്ന മുറയ്ക്ക് വീണ്ടും സഹിനിലേക്ക് എത്താം. കവിതാ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്.